ഹായ് ഹലോ വെൽക്കം ടു മൈ റൂം ഷിഫ്റ്റിംഗ് വ്ളോഗ്. 6th ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയേഴ്സിനുള്ളതാണ്. ഫസ്റ്റ് ഇയേഴ്സൊക്കെ വരാൻ പോലെ അപ്പോൾ ഞങ്ങളിനി ഈ റൂം ഒഴിഞ്ഞു കൊടുക്കണം. ഞങ്ങൾക്ക് പുതിയ റൂം അലോട്ട് ചെയ്ത് തന്നു. ഞങ്ങൾക്ക് 3 ഷെയറിംഗിൽ നിന്ന് 2 ഷെയറിംഗിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ റൂം ഇത്രയും മെസ്സിയായി കിടക്കണതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമാണ്. റൂമിലിരുന്ന് ആരും പഠിക്കലില്ല. ഒന്നെങ്കിൽ റീഡിംഗ് റൂം അല്ലെങ്കിൽ ലൈബ്രറിയിലായിരിക്കും മെജോറിറ്റി ഓഫ് ദ ടൈമും ഉണ്ടാവുക. 20th ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞ് അന്ന് രാത്രിയാണ് ഞങ്ങൾക്ക് റൂം അലോട്ട് ചെയ്ത് തരുന്നത്. 22nd ഓണപരിപാടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ 21st വീഡിയോ ഷൂട്ട് ചെയ്യാൻ കരുതി. 21st ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ 2 ഷെയറിംഗിലേക്ക് മാറുന്ന എൻ്റെ കൂടെയുള്ള ഷിറി പറയും, അവൾ ഓൾറെഡി പാക്കിങ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി, കാരണം അവൾ ഓണത്തിന് വരുന്നില്ല. അപ്പോൾ അവളുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ഞാനും ആലോചിച്ചത് പാക്ക് ചെയ്യണ്ടേ, തുടക്കത്തിൽ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. അപ്പം നേരെ എൻ്റെ മുന്നിൽ ഷെൽഫുണ്ട്, അതെല്ലാം കൂടി വലിച്ചു വാരിൻ്റെ കട്ടുമുക്കാട്ടിട്ട് അപ്പോഴുള്ള അവസ്ഥയാണ്. ഷെൽഫ് ഒഴിച്ച് വന്നപ്പോഴാണ് അതിൽ നിന്ന് കിട്ടാത്തതൊന്നുമില്ല. കയറും ഉണ്ട്, എന്താ പറയുക, എല്ലാ സാധനങ്ങളും അതിലുണ്ട്, വാഷിംഗ് ലിക്വിഡും ഒക്കെ അതിനുള്ളിലുണ്ട്. കയറെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിൽ കെട്ടണം എന്ന് പറഞ്ഞ് താഴെ റൂമായിരുന്നു തന്നത്. അപ്പോൾ നമ്മൾ തന്നെ കയർ വാങ്ങുക ചെയ്തത് വന്ന പാടെ. അപ്പോൾ 2 സെറ്റ് കയർ വാങ്ങി. അപ്പോൾ ഒരു സെറ്റ് മാത്രമേ ഞങ്ങൾ യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ ആക്കി വന്നതാണത്. ഈ ബെഡ്ക്ക് ഈ സാധനങ്ങൾ മുഴുവനും വലിച്ചിട്ടതിന് ശേഷം ആകെ കൺഫ്യൂഷനായി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ഓരോരോ സാധനം ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഡ്രസ്സൊക്കെ മാറ്റി വെച്ചു, സഞ്ചികളൊക്കെ വേറെ മാറ്റി വെച്ചു, ബുക്കൊക്കെ വേറെ തന്നെ മാറ്റി വെച്ചു, റെക്കോർഡുകളൊക്കെ സേഫായിട്ട് എടുത്ത് വെച്ചു. കാരണം പ്രാക്ടിക്കൽ കഴിഞ്ഞില്ലേ, ഞങ്ങൾ പ്രാക്ടിക്കൽ എക്സാം കൂടിയുള്ളതാണ്. ആ എക്സാമിന് റെക്കോർഡില്ലാതെ പോയാൽ നമുക്കൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു. 22nd ഓണപരിപാടിയാണ്. ഇടാനുള്ള സാരി നല്ലോണം തേച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ബ്ലൗസ് ഷേപ്പാക്കിയില്ല. വളയും വാങ്ങിയിട്ടുണ്ട്. ഇടാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പിന്നില്ല. ഈ സാധനങ്ങളൊക്കെ ഷോപ്പിലൂടെ പോകണം. ഈ റൂമിക്ക് ആദ്യം വന്നത് ഞാനാണ്. അത് കഴിഞ്ഞ് ഷെറിനും അത് കഴിഞ്ഞ് റാനിയും. ഞങ്ങൾ 3 പേരായിരുന്നു റൂംമേറ്റ്സ്. റാനിയ അൻഷ പറഞ്ഞിട്ട് ഞങ്ങൾ റൂമിൻ്റെ ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 430 കിട്ടിയത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ 431 അവർക്കും കിട്ടിയിട്ടുണ്ട്. ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് നമ്മളെ ബാച്ച് പലതും പല ഫ്ലോറിലായി. ഫസ്റ്റ് ഇയേഴ്സ് ആകുന്ന സമയത്ത് എല്ലാവരും ഒരു ഫ്ലോറിലാകുമ്പോഴേ നമുക്ക് ആ ഒരു എല്ലാവരോടും ഒരു അറ്റാച്ച്മെൻറ്റ്, അതായത് എല്ലാവരും എപ്പോഴും കാണും. നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. നമ്മളൊരു കേന്ദ്രമാണ് ആ ഫ്ലോറ് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ട് കഴിയുന്ന സമയത്ത് നമ്മളായിട്ട് ഷഫിൾ ചെയ്യുക. പലരെയും പല ഫ്ലോർക്കാണ് പോകുന്നത്. ഞങ്ങളത് 5th ഫ്ലോർ, അതുപോലെ തന്നെ 4th 3rd ഫ്ലോർസിലേക്കൊക്കെ ആയിട്ട് മാറ്റിയേക്കുന്നത്. നമുക്ക് ഈ പ്രാവശ്യം കോമൺ റൂം കിട്ടണവർക്ക് അധികവും കോമൺ റൂംസ് തന്നെ കിട്ടൽ. അറ്റാച്ച്ഡ് കിട്ടുന്നവർക്ക് ഈ പ്രാവശ്യം 11 അറ്റാച്ച്ഡ് എങ്ങാണ്ട്, മീൻസ് സീനിയേഴ്സ് എടുത്തതിന് ശേഷം അലോട്ട് എങ്ങനെ നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 22 ബാച്ചിന് ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് 23, അത് കഴിഞ്ഞ് 24 അവർക്ക്, അതായത് സീനിയേഴ്സിൻ്റെ ഷഫ്ലിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫസ്റ്റ് ഇയേഴ്സിന് കൊടുക്കുള്ളൂ. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള റൂമൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന റൂംസിൽ അത് 11 അറ്റാച്ച്ഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അറ്റാച്ച്ഡ് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്ന ഹോസ്റ്റൽ അഡ്മിഷൻ എടുക്കുന്ന ആ ഒരു ഓർഡർ ഉണ്ട്. അതനുസരിച്ചാണ് നമുക്ക് റൂം അലോട്ട് ചെയ്യാൻ പറ്റുക. എടുത്ത് വെച്ച എല്ലാ സാധനവും ഒന്ന് അടുക്കി പെറുക്കി ഒതുക്കി എടുത്ത് വെച്ച്, കാരണം പിന്നെ ഇത് തപ്പി നടക്കും. കാരണം മെമ്മറി ലോസ് ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് മനസ്സിലായത് മെഡിക്കൽ കോളേജിൽ വന്നതിന് ശേഷമാണ്. എന്തോ ഒരു സാധനം എവിടെ വെച്ചു എന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല. അപ്പം എല്ലാ സാധനവും ഞാൻ എവിടെയൊക്കെ വെച്ച് അതൊക്കെ കൂടി എടുത്തിട്ട് ഞാനൊരു സ്ഥലത്തൊക്കെ ആക്കി മാറ്റി വെച്ചു. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹോസ്റ്റലിൻ്റെ ഒരു വ്ളോഗ് ചെയ്തിരുന്നു, ഹോസ്റ്റൽ ടൂറ് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇയേഴ്സിൻ്റെത്. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല അതിനൊരു 6000-ൻ്റെ അടുത്തോളം വ്യൂസ് കിട്ടുന്നത്. ഞാൻ 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം 5Kയുടെ അടുത്തോളം വന്നിട്ടുണ്ട്. അല്ല, 6000 എന്നൊക്കെ പറയുന്നത് വളരെ സംബന്ധിച്ചിടത്തോളം ചെറിയ നമ്പർ ആയിരിക്കാം. പക്ഷേ ആദ്യമായിട്ട് എഫേർട്ട് ഇട്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിനൊരു റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കൊരു ഡോപ്പമൈൻ റിലീസ് ഉണ്ടല്ലോ, പ്ലഷർ ഹോർമോൺ പറയും ഡോപ്പമൈൻ. ആ ഒരു ഡോപ്പമൈൻ റിലീസ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം. ഒരിക്കലും ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ കഴിഞ്ഞ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ തപ്പി നടന്നതാണ്. ആകെ കുറച്ച് 2-3 വീഡിയോസ് മാത്രമേ എനിക്ക് മഞ്ചേരി ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഹോസ്റ്റലിനെ പറ്റി അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കൺസേൺ എൻ്റെ മനസ്സിൽ കിടന്നപ്പം ഞാൻ ആ ഒരു മൈൻഡിലാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ അതിന് അത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
ഇനിയുള്ള ഏറ്റവും വലിയ പണിയാണ് ഈ എടുത്ത് വെച്ച സാധനമൊക്കെ താഴത്തെ റൂമിലേക്ക് കൊണ്ടെത്തിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് ബുക്ക് എത്തിക്കാൻ വിചാരിച്ചു, കാരണം അതാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്നത്. എൻ്റെ ബെഡിന് വലിയ വെയിറ്റ് വരുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് റാനിയില്ലേ, അവളോട് കൂടി ഞങ്ങൾ അങ്ങനെ 6th ഫ്ലോറിൽ നിന്ന് 3rd ഫ്ലോറിലേക്ക് ഇറങ്ങാൻ പോവാണ്. എന്തൊക്കെ പറഞ്ഞാലും 6th ഫ്ലോർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമോഷൻ എപ്പോഴും ഉണ്ടാകും, കാരണം ഫസ്റ്റ് ഇയേഴ്സ് നിന്ന് ആ ഒരു ഫ്ലോർ എന്നുള്ളത്. ഇത് ഞങ്ങളെ പുതിയ റൂം. ഈ റൂമിൽ എനിക്ക് ശരിക്കും ഒരുപോലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലവർ ഡ്രോയിങ്. നമ്മൾ ആ റൂമിൽ കയറിയപ്പോൾ തന്നെ നമ്മളെ മൈൻഡ് കാമാവുന്ന രീതിയിലുള്ള ആ ഒരു പെയിൻറ്റിങ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഞാൻ ഹോസ്റ്റൽ വ്ളോഗിൽ കാണിച്ച സെയിം റൂമാണിത്. എല്ലാവരും റൂം ഷിഫ്റ്റ് ചെയ്യേണ്ടതുകൊണ്ടാണ് ഈ ഒരു കൊല്ലത്തിൽ ഈ റൂമുള്ളത്, കാരണം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട്. ഫസ്റ്റ് ഇയേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കോളേജ് ഡെക്കറേഷൻ ഓണത്തിന്. അപ്പോൾ അതിന് മാവേലിൻ്റെ കട്ടൗട്ട് വെട്ടിക്കൊണ്ടിരിക്കുക. ഓണത്തിൻ്റെ ഒരു വ്ളോഗായിട്ട് വരാൻ പറ്റും നോക്കട്ടെ. അപ്പോൾ ശരി, ബൈ.